പാടാണെന്നുണ്ടെങ്കിലും ഇതിൽ കുറച്ച് എക്സൈറ്റ്മെൻ്റ് ഉണ്ടെന്ന് പറയാം. ആളെ തേടിപ്പോയി കണ്ടുപിടിച്ച് വേണം ബർത്ത്ഡേ സർപ്രൈസ് ചെയ്യാൻ. ഞാൻ പലർക്കും സർപ്രൈസസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ട്വിസ്റ്റോട് കൂടിയ ഒരു സർപ്രൈസ് ആദ്യമായിട്ടായിരിക്കും കൊടുക്കുന്നത്. ഹലോ എവ്രിവൺ, വെൽക്കം ടു ഷാനൂസ് ലോഞ്ച്. ഞാൻ നിങ്ങളുടെ ഷാനുവാണ്. നിങ്ങൾക്ക് എൻ്റെ ചാനലിൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇന്നത്തെ ദിവസം എന്ന് പറയുമ്പോഴത്തേക്കും ഇന്ന് രാവിലെ എനിക്ക് ഡ്യൂട്ടി ഉണ്ട്. സോ ഞാൻ രാവിലെ എണീറ്റ് റെഡിയായി. പക്ഷേ ഇന്നത്തെ ദിവസം വേറൊരു ടാർഗറ്റ് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എനിക്ക് ഒരാൾക്ക് സർപ്രൈസ് കൊടുക്കാനുണ്ട്, ഒരു ബർത്ത്ഡേ സർപ്രൈസ്. പക്ഷേ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ബർത്ത്ഡേ സർപ്രൈസസ് കൊടുത്തിട്ടുണ്ടെങ്കിലും ഇന്നത്തെ ബർത്ത്ഡേ സർപ്രൈസ് എന്ന് പറയുന്നത് ഒരു ഡിഫറെൻറ്റ് അനുഭവം തന്നെയായിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആൾ എവിടെയാണ് ഉണ്ടാവുക എന്ന കാര്യം എനിക്കറിയില്ല. ഇന്ന് ആമിയുടെ ബർത്ത്ഡേ ആണ്. സോ ആമിക്ക് ഞാനൊന്ന് സർപ്രൈസ് കൊടുക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ സംഭവം ആൾ എവിടെയായിരിക്കും ഉണ്ടാവുക എന്ന കാര്യത്തെ പറ്റിയിട്ട് ഒരു ഐഡിയ ഇല്ല. ആരുടെയെങ്കിലും അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ആ സർപ്രൈസ് ചിലപ്പോൾ ആമി അറിഞ്ഞാലോ. അപ്പോൾ അത് കാരണം കൊണ്ടിട്ട് എനിക്കൊരു റിസ്ക് എടുക്കാനും വയ്യ. സോ അത് കാരണം കൊണ്ട് ഞാൻ വിചാരിച്ചു ഞാൻ തന്നെ ഇന്ന് കണ്ടുപിടിച്ച് പോകാമെന്ന് വിചാരിച്ചു. ഒന്ന് രണ്ട് മീൻസ് എൻ്റെ മൈൻഡിലുണ്ട്. അതൊക്കെ വെച്ചിട്ട് വേണം കണ്ടുപിടിക്കാനായിട്ട്. ഇന്ന് എന്താ സംഭവിക്കാൻ നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഡ്യൂട്ടിക്ക് പോയിട്ട് ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്കും തിരിച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലെറ്റ്സ് ടേക്ക് എ ഷോർട്ട് ബ്രേക്ക്. ഹായ് ഗൈസ്, ഇപ്പോൾ ഞാൻ ആക്ച്വലി എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു. ഇനിയിപ്പോൾ നേരെ ആമിയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങാൻ പോവുകയാണ്. ആമിയെ കണ്ടുപിടിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ടാസ്ക്. ശരിക്കും നമ്മൾ ഒരുപാട് പ്ലാൻ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം വീട്ടിൽ വെച്ചിട്ട് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തു. പക്ഷേ അത് നടന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് MOTയിൽ വെച്ചിട്ട് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തു. അത് നടന്നില്ല. പിന്നെ അങ്ങനെ വന്നപ്പോഴത്തേക്കും കാരണം ആമിക്ക് അറിയില്ലല്ലോ. അത് കാരണം കൊണ്ട് നമുക്ക് ക്ലിയർ ആയിട്ടൊരു പ്ലാനിൽ എത്തിപ്പെടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ പലർക്കും സർപ്രൈസസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ട്വിസ്റ്റോട് കൂടിയ ഒരു സർപ്രൈസ് ആദ്യമായിട്ടായിരിക്കും കൊടുക്കുന്നത്. ബിക്കോസ് ആളെവിടെയാണെന്ന് കണ്ടുപിടിച്ച് പോവേണ്ടി വരാമെന്ന് പറയുന്ന കാര്യമുണ്ടല്ലോ. കുറച്ച് പാടാണെന്നുണ്ടെങ്കിലും ഇതിൽ കുറച്ച് എക്സൈറ്റ്മെൻ്റ് ഉണ്ടെന്ന് പറയാം. ഇപ്പോൾ വന്നിട്ട് ടൈം 1:36 എന്തോ ആണ്. ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോൾ ആമിയെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായിട്ട് ഞാൻ വിചാരിക്കുന്നത് ഒരു ബൊക്കെ അറേഞ്ച് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. ചിലപ്പോൾ നമ്മൾ ഇത്രയും അറേഞ്ച് ചെയ്ത് പോകുമ്പോഴത്തേക്കും എനിക്ക് ആമിയെ കണ്ടുപിടിക്കാൻ പറ്റിയില്ലെന്നും വരും. ബിക്കോസ് ആമി ഇങ്ങനെ മാറി ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോവുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാലേ കണ്ടുപിടിക്കാൻ പറ്റിയില്ലെന്നും വരും. പക്ഷേ രണ്ടും കൽപ്പിച്ച് ഞാൻ എല്ലാം അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. സോ ഞാൻ ആദ്യമായിട്ട് ബൊക്കെ ഷോപ്പിൽ പോയിട്ട് ബൊക്കേക്ക് ഓർഡർ കൊടുക്കാമെന്ന് വിചാരിച്ചു. അവരത് സെറ്റ് ചെയ്യുന്ന സമയം കൊണ്ടിട്ട് വെളിയിലിറങ്ങി ഓരോരുത്തരെയായിട്ട് വിളിച്ച് ആമി എവിടെയാണെന്ന് അന്വേഷിച്ച് തുടങ്ങണം. നമുക്ക് ആദ്യം ബൊക്കേക്ക് ഓർഡർ കൊടുക്കാൻ പോവാം. ഓക്കെ, നമ്മൾ ബൊക്കെ ഓർഡർ ചെയ്യേണ്ട കടയിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് നേരെ പോയി ബൊക്കേക്ക് ഓർഡർ കൊടുക്കാം. ഗൈസ്, ഞാൻ ആക്ച്വലി വിചാരിച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വെയിറ്റ് ചെയ്യേണ്ട ഒരു ടൈം ഉണ്ടാവുമല്ലോ. ആ സമയം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ അവരെനിക്ക് സെക്കൻഡ്സ് കൊണ്ട് റെഡിയാക്കി തന്നു. ഇതാണ് നമ്മൾ ആമിക്ക് കൊടുക്കാൻ പോകുന്ന ബുക്ക്. ഇതിൽ ഞാനൊരു നോട്ടും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്, ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞ്. പിന്നെ സർപ്രൈസ് ആവുമെന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കുറേ പ്ലാനൊക്കെ ചെയ്തു. പക്ഷേ ഒന്നും വർക്ക് ആയില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ എനിക്ക് വിചാരിച്ച് ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്ത് സർപ്രൈസ് ആക്കാൻ പറ്റില്ല എന്ന രീതിയിലാണ് പലരും എൻ്റെ അടുത്ത് പറഞ്ഞത്. ഇതൊരു സർപ്രൈസ് ആവുമെന്ന് തന്നെ എനിക്കറിയത്തില്ല. പക്ഷേ ഞാൻ എൻ്റെ മാക്സിമം എഫേർട്ട് ഇടുന്നുണ്ട് ഇതൊരു സർപ്രൈസ് ആക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് നോക്കാം സർപ്രൈസ് ആവുമെന്ന്. അങ്ങനെ നമ്മൾ ബൊക്കെ ആയിട്ട് നമ്മുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമുക്ക് ഈ ബൊക്കെ ബാക്കിൽ വെക്കാം. അങ്ങനെ നമ്മുടെ ബൊക്കെ റെഡിയാണ്. ഇനി അടുത്ത പരിപാടിക്കായിട്ട് നമുക്ക് പോവാം. ഇനി അടുത്ത് നമുക്കൊരു കേക്ക് സെറ്റ് ചെയ്യണം. സോ അതിനുവേണ്ടി നമുക്ക് ഇറങ്ങാം. സത്യത്തിൽ ഞാൻ പോകാൻ പോകുന്ന സമയത്ത് ആമി എവിടെ കാണുമെന്ന് എനിക്കറിയില്ല. ആമിയുടെ കൂടെ ഫ്രണ്ട്സ് ഉണ്ടാവും, ആരുണ്ടാവും, എനിക്കൊന്നും അറിയില്ല. പക്ഷേ എനിക്ക് ആകെ അറിയാവുന്ന എങ്ങനെയെങ്കിലും ഞാനൊന്ന് സർപ്രൈസ് ചെയ്യുക, അത്രയും മാത്രമേ ഉള്ളൂ. സോ എങ്ങനെയെങ്കിലും എനിക്ക് ആമിയെ കണ്ടുപിടിക്കണം, അതാണ് മെയിൻ ടാർഗറ്റ്. കേക്കിന് വേണ്ടിയിട്ട് ഞാൻ എവിടെ പോയി കേക്ക് മേടിക്കും എന്നൊരു ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ പാർട്ട്ണറിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ പാർട്ട്ണർ എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞു തന്നു, ലൈക്ക് ബ്രെഡ് ഫാക്ടറിയിൽ നിന്ന് മേടിക്കാമെന്ന് പറഞ്ഞിട്ട്. സോ നേരെ നമുക്ക് ബ്രെഡ് ഫാക്ടറിയിലോട്ട് പോകാം. നമ്മൾ ബ്രെഡ് ഫാക്ടറി റീച്ച് ചെയ്തു ഗൈസ്. പക്ഷേ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര കാർ ഇടാൻ ഒരു അല്പം പോലും ഗൈസ്. അവിടെ ബ്രെഡ് ഫാക്ടറിയുടെ മുന്നിൽ നിന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇന്ന് അവിടെ നിന്ന് കഴിഞ്ഞാൽ ഇന്ന് മൊത്തം അവിടെ നിൽക്കാനും വരുന്നുള്ളൂ. 15 മിനിറ്റോളം ഞാൻ അവിടെ നിന്നു. പക്ഷേ ഒരു അനക്കം ഉണ്ടായില്ല. ബിക്കോസ് ഫുൾ വണ്ടി, ഫുൾ ബ്ലോക്ക്. അപ്പോൾ ഞാൻ വിചാരിച്ചു മഫിൻ ഹൗസിൽ വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ മഫിൻ ഹൗസിലോട്ട് വന്നു. ലൊക്കേഷനിലുള്ള മഫിൻ ഹൗസ് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. സോ നമുക്ക് പോയി നോക്കാം. ആക്ച്വലി ആമിക്ക് വാങ്ങേണ്ട ഒരു ചെറിയ കേക്കാണ് മേടിക്കേണ്ടതെന്നാണ് പറഞ്ഞേക്കുന്നത്. ബിക്കോസ് സർപ്രൈസ് ചെയ്യുന്ന ഫാക്ടറിന് വേണ്ടിയിട്ട്. ഇവിടെ എന്ത് ടൈപ്പ് കേക്ക്സ് ആണെന്ന് നോക്കാമല്ലോ. നോക്കിയിട്ട് ഒരു കേക്ക് സെലക്ട് ചെയ്തിട്ട് വരാം. ഗൈസ്, ഞാൻ കേക്ക് മേടിച്ചിട്ടുണ്ട്. ഒരു 1/2 kg വൈറ്റ് ഫോറസ്റ്റാണ് മേടിച്ചത്. സോ ഇനിയിപ്പോൾ നേരെ പോയി ആമി അവിടെ സ്റ്റാച്യൂലുണ്ട് എന്നാണ് പറയുന്നത്. സോ നമുക്ക് ഡയറക്റ്റ് നേരെ സ്റ്റാച്യൂലോട്ട് പോകാം. ആമിയുടെ പഴയ ഓഫീസിലാണ് ഇരിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത്. അവിടെയാണ് ഞാൻ പോകാൻ പോകുന്നത്. ശരിക്കും വീടൊക്കെ ആയിരുന്നെന്നുണ്ടെങ്കിൽ വലിയ സീനില്ലായിരുന്നു. ഇതിപ്പോൾ ഓഫീസിൽ പോയിട്ട് എന്താവുന്ന കാര്യം ഒരു പിടിയുമില്ല. പക്ഷേ എനിക്ക് ആ ഓഫീസ് എവിടെയാണെന്ന് പോലും അറിയത്തില്ല. ബട്ട് സ്റ്റിൽ എന്തായാലും നേരെ ഇപ്പോൾ ഓഫീസിലോട്ട് പോകാൻ പോവാണ്. കേക്ക് സെറ്റായി, ബൊക്കെയും സെറ്റായി. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ഓഫീസിൽ പോയി കണ്ടു നോക്കാം. ഞാൻ ഓഫീസിലെത്തുന്നതിനിടയ്ക്ക് ആമി വേറെ എവിടെയും പോവാതിരുന്നാൽ മതിയായിരുന്നു. അത് മാത്രമേ ഉള്ളൂ എൻ്റെ ഒരു പ്രെയർ.
ഗൈസ് ഞാൻ അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടു, കാരണം എനിക്ക് വഴിയൊന്നും അറിയത്തില്ലായിരുന്നു. എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ഓഫീസ് കണ്ടുപിടിച്ചു. പക്ഷേ ഓഫീസ് ഇവിടെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു 3rd ഫ്ലോറാണ്. അപ്പോൾ അവിടോട്ട് ഞാൻ ഈ തിങ്സ് ഒക്കെ എടുത്തിട്ട് പോകണം. സോ ആളവിടെ ഉണ്ടെന്ന് കൺഫേം ചെയ്തിട്ടല്ലേ എടുത്തിട്ട് പോകാൻ, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ പോയി വെറുതെ ഒരു 3G ആവില്ലേ. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ എന്താ പറയുക, എൻ്റെ പാർട്ട്ണറിൻ്റെ അടുത്ത് വിളിച്ച് ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സോ ആൾ ചോദിച്ചു കഴിഞ്ഞിട്ട് പറയും, എന്നിട്ട് നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. ആമി സർപ്രൈസ് ആയില്ലേ? സർപ്രൈസായി. Birthday to you, happy birthday to you, happy birthday dear Ami, happy birthday to you. അങ്ങനെ നമ്മൾ സർപ്രൈസ് ചെയ്തു ഗൈസ്. തീരെ ആമി എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് കണ്ടപ്പോൾ തന്നെ ഐ വാസ് ലൈക്ക് വെരി ഹാപ്പി. എന്നിട്ട് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തു. നല്ലൊരു അടിപൊളി ഡേ ആയിരുന്നു. സോ ഇനിയിപ്പോൾ ഞാൻ വീട്ടിലോട്ട് തിരിക്കാൻ പോവാണ്. അങ്ങനെ മിഷൻ സക്സസ് ആയി. സോ ഫീലിംഗ് സോ ഹാപ്പി. അപ്പോൾ ഇന്ന് ഇക്കാര്യം എന്താ പറയുക, ആമിക്ക് ബർത്ത്ഡേ സർപ്രൈസ് കൊടുക്കുന്ന കാര്യം നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ ചെയ്യണമെന്നൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നിങ്ങൾക്ക് എൻ്റെ ചാനലും വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ സൈനിങ് ഓഫ്.